ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. നമ്മളുടെ നീതിന്യായ സംവിധാനം ഒന്നടങ്കം മാപ്പ് പറയേണ്ട ഒരു വ്യക്തിയുണ്ട് ഇന്ന് കേരളത്തിൽ. ആനന്ദ് വിശ്വനാഥൻ, ഒരു പാവം അധ്യാപകൻ. 11 വർഷമാണ് വ്യാജ പരാതികളിൽ അദ്ദേഹത്തെ വെയിലത്ത് നിർത്തിയത്. അദ്ദേഹത്തിന്റെ ഗവേഷണവും അക്കാദമിക് സംഭാവനകളും എല്ലാം നിലച്ചു. കോപ്പി അടിച്ച് പിടിച്ചതും അത് റിപ്പോർട്ട് ചെയ്യണമെന്ന വാശി പിടിച്ചതുമാണ് ആനന്ദ് വിശ്വനാഥന്റെ ഭാവി ഇല്ലാതാക്കിയത്. സ്ത്രീ പീഡന പരാതിയിൽ ജയിലിലിട്ടു ഇവിടുത്തെ സിസ്റ്റം. കോടതിയിൽ നിന്ന് വന്ന വിധി ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു. ഇത്രയും ഹീനമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ആൾക്കാർക്കും അണികൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്നാണ്. ആനന്ദ് വിശ്വനാഥൻ നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടും ഇൻവിജിലേറ്റർ കോപ്പിയടി പരാതി പൂഴ്ത്തി. പ്രിൻസിപ്പൽ അതിന് കൂട്ടുനിന്നു. കാരണം CPM ജില്ലാ കമ്മിറ്റിയുടെയും അന്നത്തെ MLA S രാജേന്ദ്രന്റെയും ഇടപെടലുകളായിരുന്നു. ഓണാവധി കഴിഞ്ഞെത്തിയപ്പോഴാണ് ആനന്ദ് വിശ്വനാഥൻ വിദ്യാർത്ഥിനികൾ തനിക്കെതിരെ ഉന്നയിച്ച പീഡന ആരോപണം അറിയുന്നത്. കോപ്പിയടി സർവകലാശാലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും തിരിച്ചറിഞ്ഞു. തുടർന്ന് ആനന്ദ് വിശ്വനാഥൻ നേരിട്ട് സർവകലാശാലയിൽ വിളിച്ച് കോപ്പിയടി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. 5 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത്. ഇതിൽ 4 പേരുടെ മൊഴിപ്രകാരം 4 കേസുകളെടുത്തു. 2 കേസുകളിൽ കുറ്റവിമുക്തനാക്കി. 2 കേസുകളിൽ ദേവികുളം കോടതി 3 വർഷം തടവിന് വിധിച്ചു. മേൽക്കോടതിയിൽ അപ്പീൽ നൽകി. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് പോരാട്ടമായിരുന്നു. 10 വർഷമാണ് ആ നിയമ പോരാട്ടം നീണ്ടുനിന്നത്. ഒട്ടും എളുപ്പമായിരുന്നില്ല. തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യം മാത്രമാണ് ആനന്ദ് വിശ്വനാഥിനെ മുന്നോട്ട് കൊണ്ടുപോയത്. കോപ്പിയടി പിടിച്ചതിന് വ്യാജ പീഡന പരാതി തയ്യാറാക്കിയത് CPM ഓഫീസിൽ വെച്ചായിരുന്നു. സർവകലാശാല അന്വേഷണ കമ്മീഷനോട് പരാതിക്കാർ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഒരു അധ്യാപകനും ഇങ്ങനെ സംഭവിക്കരുതേ എന്ന് മാത്രമാണ് ആനന്ദ് വിശ്വനാഥന് ഇന്ന് പറയാനുള്ളത്. ഈ 11 കൊല്ലമായിട്ട് ഇത് ഞാൻ ജനിച്ച സ്ഥലം കൂടി ആണ്. ഇവിടെ ഈ ആൾക്കാരെ ഫേസ് ചെയ്യാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ഒരു ശിക്ഷ അനുഭവിച്ച് ഞാൻ ഈ 11 കൊല്ലമായിട്ടും നിയമ പോരാട്ടം നടത്തിയാണ് അവസാനം ഞാൻ ഈ കേസിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്ന് എനിക്കിത് അഭിമാനം കൊള്ളുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. വളരെ കഷ്ടപ്പാടുകൾക്കിടയിൽ കൂടിയാണ് ഞാൻ ഈ ജോലി കണ്ടെത്തിയത്. എന്നാൽ രാഷ്ട്രീയക്കാരന്മാർക്ക് വേണ്ടിയിട്ട് ഈ കോളേജിലെ പണിയെടുത്ത അധ്യാപകരും അന്നത്തെ പ്രിൻസിപ്പലും പാർട്ടിക്കാരന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അവർ പ്രവർത്തിച്ചത്. ആ ജോലി കിട്ടിയത് അല്ലെങ്കിൽ ആ പ്രൊമോഷൻ കിട്ടിയത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും വിധേയമുണ്ടായി കാണും. അവർക്ക് പാർട്ടിയുമായിട്ട് വിധേയമുണ്ടായി കാണും. പ്രവർത്തകരാൽ വഞ്ചിക്കപ്പെട്ടു അല്ലേ? അതെ. ഇത് ഏകപക്ഷീയമായിരുന്നു.